മൂക്കാട്ടിരി ടീട്ടിപ്പടിയിൽ റോഡരികിൽ നിന്നിരുന്ന കൂറ്റൻ മരത്തിന്റെ കൊമ്പാണ് പെട്ടെന്ന് ഒടിഞ്ഞു വീണത്. വാഹനങ്ങൾ നിരന്തരം കടന്നു പോകുന്ന പാതയിൽ പുലർച്ചെയായതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. മരം വീണതിനെ തുടർന്ന് പെരിന്തൽമണ്ണ വളാഞ്ചേരി റോഡിൽ 1 മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. തുടർന്ന് നാട്ടുകാർ സംഘടിക്കുകയും മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളെക്കുറിച്ച് നേരത്തെ പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പടുകൂറ്റൻ മരങ്ങൾ അപകടകരമായ രീതിയിൽ നിൽക്കുന്നത് യാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇനിയൊരു അപകടമുണ്ടാകുന്നതിന് മുൻപ് ഇത്തരം മരങ്ങൾ മുറിച്ചുമാറ്റാൻ PWD അധികൃതർ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഞാൻ ഇവിടെ വന്നപ്പോ 6:15 ഞാൻ വന്നത്. 6 മണിക്ക് കൊമ്പ് പൊട്ടി ചാടിയിട്ട് ഇവിടെ കിടക്കണ ഞാൻ കണ്ടത്. ഇത് അന്ന് ഈ കൊമ്പുകൾ മുറിച്ച അന്ന് ആ PWD ഒക്കെ ആൾക്കാരോട് പറഞ്ഞപ്പോ ഓല് പറഞ്ഞത് ഞങ്ങക്ക് വണ്ടി പോകുമ്പോ തടീന് കൊമ്പ് കെട്ടാനുള്ള ഓർഡർ എന്നാ പറഞ്ഞത്. അപ്പൊ ഓല് മുറിച്ചില്ല. ഈ കേടുള്ള കൊമ്പുകളാണ് എപ്പോഴും നിൽക്കുന്നുണ്ട്. 2 കൊമ്പ് കൂടി ഇനി കേടുള്ളത്. അത് എപ്പോഴാ പൊട്ടി വിൽക്കുമെന്ന് അറിയില്ല. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞോളെ. ഞാൻ എടയൂർ ഗ്രാമപഞ്ചായത്ത് 11 വാർഡ് മെമ്പറാണ്. ഇത് രാവിലെ പുലർച്ചെ ഒരു 6:15 ഇവിടെ മൂച്ചിട PWD റോഡിലുള്ള മൂച്ചിട ഒരു കൊമ്പ് റോഡിലേക്ക് വീണു. ഇവിടെ കാണുന്നുണ്ടല്ലോ. ഈ മൂച്ചിടക്ക് ഒരുപാട് പരാതിയായിട്ട് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഒരുപാട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പ് PWDയുടെ ഓഫീസറൊക്കെ വന്നിട്ട് ഇതിൽ കൊമ്പുകളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുമ്പോൾ ഇവിടെ ഒരുപാട് കൊമ്പുകൾ ഇനി ഇതേപോലെ വീഴാനും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.